ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് നമ്മുടെ മണാലിയിലുള്ള അവസാനത്തെ ദിവസമാണ്. നമ്മളിവിടുന്ന് ഇനി മണാലിയിൽ നിന്ന് ഇന്ന് റൂം ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമ്മളിന്ന് കാസോൾ മണിക്കാരൻ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം അവിടെ ചെന്നിട്ട് അവിടുത്തെ നല്ല നല്ല കാഴ്ചകൾ കാണാം. നമ്മൾ റൂമിൽ ചെക്കൗട്ട് ചെയ്യുകയാണ്. അതായത് നമ്മൾ 2 ദിവസമായിട്ട് താമസിച്ച റൂം ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മൾ മണാലി എന്ന് രാവിലെ വന്ന പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. താഴെ കാണുന്നതെല്ലാം ന്യൂ ഓൾഡ് ബസ് സ്റ്റാൻഡാണ്. പെട്രോൾ റേറ്റ് 82 രൂപ 48 പൈസയും ഡീസൽ റേറ്റ് 73 രൂപ 79 പൈസയാണ് ഇന്നത്തെ റേറ്റ്. അതായത് ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 11. ഒരു സൈഡിൽ ബിയാസ് നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ നമ്മൾ പോകുന്ന കുളുവിലേക്ക് പോകുന്ന വഴി. കുളു മണാലി റോഡ് ഫുള്ള് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴി കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഫുൾ ചെളിയൊക്കെ പിടിച്ച് കിടക്കുവാണ്. ഇപ്പോൾ പോയ ബസ് കണ്ട ഇലക്ട്രിക് ബസ്സാണ്. ഇപ്പോൾ ഇവിടെ റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് കുറച്ച് സ്ഥലങ്ങളൊക്കെ ബ്ലോക്കാണ്. അപ്പം ദൂരെ ബ്ലോക്കൊക്കെ കിടക്കുകയാണ്. അപ്പോൾ വണ്ടി ഇപ്പം സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുക. സൈഡിൽ കണ്ടോ ബിയാസ് നദി ഇങ്ങനെ ഒഴുകാണ്. കുളു എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് മണാലിക്ക് വരുമ്പോൾ ഫസ്റ്റ് കുളു കഴിഞ്ഞിട്ടാണ് മണാലി. അപ്പോൾ നമ്മൾ മണാലിയിൽ നിന്ന് തിരിച്ച് ഡൽഹി റൂട്ടിലോട്ടാണ് പോകുന്നത്. ആ പോകുന്ന വഴിക്കാണ് കുളുവിലേക്ക് പോകുന്ന വഴിയിൽ 2 സൈഡിലും റിസോർട്ടുകൾ, കോട്ടേജ് 2 സൈഡിലും കാണാൻ സാധിക്കും. അതോടൊപ്പം ബിയസ് നദിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ ധാരാളം ടെൻറ്റ് ഹൗസുകളുണ്ട്. ഒത്തിരി വഴി ഫുൾ ടെൻറ്റ് ഹൗസുകളാണ്. അപ്പോൾ ടെൻറ്റ് ഹൗസുകൾ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർ അവിടെ വന്ന് സ്റ്റേ ചെയ്യാം. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അതെന്ന് വെച്ചാൽ നദിയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ്. ആപ്പിൾ മാർക്കറ്റാണ്.
കാണുന്നതെല്ലാം കുളു സിറ്റിയുടെ ഭാഗമായിട്ടുള്ളതാണ് ആ ഏരിയ എല്ലാം. പിന്നെ ഇത് കുളു സിറ്റി അങ്ങ് കാണാം. അതിന് താഴെ തന്നെ ബിയാസ് നദി ഇത് ഇങ്ങനെ ഒഴുകുന്നു. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ റോഡ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാൻ എന്തായാലും കുളുവിൽ പാരാഗ്ലൈഡിങ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാം. ശരിക്കും എക്സൈറ്റഡ് ആണ്. അങ്ങ് കാണുന്ന ആ ഹില്ലിൻ്റെ മേളിൽ നിന്നാണ് താഴോട്ടാണ് ഫ്ലൈ ചെയ്ത് ഇറങ്ങുന്നത്. ഇങ്ങനെയായാലും പേയ്മെൻ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് പാരാഗ്ലൈഡിങ് ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. നല്ല ചൂടാണ്. അപ്പോൾ നമ്മളിവിടുന്ന് വണ്ടി കയറ്റിയിട്ട് മേളിലുള്ള ഏറ്റവും ഹിൽ ടോപ്പിൻ്റെ മേളിൽ കൊണ്ടുപോകും. അവിടെ നിന്നാണ് ഫ്ലൈ ചെയ്ത് താഴോട്ട് വരുന്നത്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ ഹില്ലിൻ്റെ മേലോട്ടുള്ള ദൂരമുണ്ട്. ആ 10 കിലോമീറ്റർ പോയിട്ടാണ് ഹിൽ ടോപ്പിൽ നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. നമുക്ക് മണാലിക്ക് പോകാൻ വേണ്ടി 2 വഴിയാണുള്ളത്. ഒന്ന് നാച്ചുർ വഴിയും ഒന്ന് പത്തിക്കുൽ വഴിയും. പത്തിക്കുൽ വഴി പോകുന്നത് പത്തിക്കുൽ വഴിയാണ്. പത്തിക്കുൽ വഴി പോകുന്നൊരു ഈ ബ്രിഡ്ജ് കയറി വേണം പോകാൻ. നാച്ചുർ വഴിയാണ് പോകേണ്ടത് വഴി. അപ്പം നമ്മളങ്ങനെ കുളു ടൗണിൽ നിന്ന് ഏകദേശം നല്ല കയറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മുടെ ഡ്രൈവ് ചേട്ടൻ നല്ല വച്ചു പിടിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. മുകളിലോട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ ഫുള്ള് മാതളനാരങ്ങയൊക്കെ നല്ല പഴുത്ത് മരം നിറച്ച് നിൽക്കുകയാണ്. നല്ല രസമായ കാഴ്ചയാണ്. നമ്മളിപ്പം മണാലിയിൽ വന്നപ്പോഴാണെങ്കിൽ വഴി സൈഡിൽ ഫുള്ള് ആപ്പിള് അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ഫുള്ള് മാതളനാരങ്ങകൾ നല്ല ഫുൾ പഴുത്ത് നിൽക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ നടന്നു പോയിരിക്കുകയാണ്. അപ്പം നമ്മുടെ കൂടെയുള്ള ബാക്കി ടീംസ് ഷില്ലോങ്ങിൽ നിന്നാണ് വന്നേക്കുന്നത്. ഇറങ്ങി പോകൽ ഇച്ചിരി റിസ്കി ടാസ്ക്കാണ്. ചെറിയ വഴിയും ചെറിയൊരു കല്ലും തെന്നിങ്ങാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ താഴെ എത്തും. പിന്നെ ഫ്ലൈ ഒന്നും ചെയ്യേണ്ടി വരില്ല. ഫ്ലൈയിങ്ങിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചേട്ടന്മാരെല്ലാം കൂടെ അതിനുള്ള പാരാഗ്ലൈഡിങ്ങുള്ള സാധനങ്ങളെല്ലാം ബാഗിൽ നിന്നൊക്കെ എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗോപ്രോ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ഇവർ ഗോപ്രോ തരും. ഇവർ ഗോപ്രോ ഫുഡ് ഷൂട്ട് ചെയ്യും. താഴെ ചെന്ന് കഴിയുമ്പോൾ അത് നമ്മൾ കോപ്പി ചെയ്ത് തരും. എത്ര എമൗണ്ട് അറിയില്ല, എമൗണ്ട് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ജാക്കറ്റൊക്കെ ഇട്ട് ഡാഷ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Happy flying. Same to you. Go safe and come safe. It should be like that. इसको ना इसको डाल दो आप. काम आ जाएगा सब. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ഫസ്റ്റ് ടൈം ആയിട്ടാണ് പാരാഗ്ലൈഡിങ് ചെയ്യുന്നത്. എല്ലാവരും ശരിക്കും എക്സൈറ്റഡ് ആണ്. കാണാം. Like that. Yeah.
No, now do it like that. No. I don't know how to open. First, take open and lock. Okay? And lock close. Second lock open and. നമ്മുടെ കൂടെ വന്ന ആൻറ്റി ഇപ്പോൾ ഫ്ലൈ ചെയ്യാൻ പോവാണ്. Nice. Yeah. ശരിക്കും പേടിയാവുന്നുണ്ട് പോകുന്ന പോക്ക് കേട്ടിട്ട്. പേടിയൊക്കെ ഇറക്കി പിടിച്ച് പോകാൻ തുടങ്ങി. താഴെ കണ്ടോ? പരുന്തിന് മേളിലാണ് നമ്മളിപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നല്ല എക്സൈറ്റഡ് ആണ്. പെട്ടെന്നുള്ള ഫ്ലയർ ആയതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. താഴെ കണ്ടോ? Yeah, our pilot name is Ajay. Okay, he's doing well. നമ്മൾ നേരത്തെ ജീപ്പിൽ കയറി വന്ന സ്ഥലം കണ്ടത് ഈ താഴെ കാണുന്നതാണ്. നമ്മൾ കുറച്ച് മുമ്പ് ജീപ്പിൽ കയറി വന്ന സ്ഥലങ്ങളൊക്കെയാണ്. പരുന്തൊക്കെയാണെങ്കിൽ നമ്മുടെ താഴെക്കൂടെയാണ് പറക്കുന്നത്. താഴെ കണ്ടോ? ഇതാണ്ടോ പരുന്ത് പോകണ്ട. ലൈഫിൽ ഒരു ടൈമെങ്കിലും നിങ്ങൾ വന്ന് പാരാഗ്ലൈഡിങ് ചെയ്യണം. ശരിക്കുള്ള ആ സുഖം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ വന്ന് ഇത് ചെയ്ത് തന്നെ നിങ്ങൾ ആ ഫീല് എൻജോയ് ചെയ്യണം. Now we are doing some stunts. He's telling like that. Okay, you can start. It will be safe, right? Yeah. Okay. You will feel like. Okay. If it is scary means don't do that. Okay, you can start. ഇപ്പോഴാണ് നോർമലായത്. അയ്യോ, നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. ശരിക്കും മടുത്തു പോയി. ആശാൻ കുറച്ച് സ്കെയറി ആയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്തു. Legs up. No. Legs up. कैसा लगा? मजा आया? It's good. How many minute video? Give me also. Sure. It was an awesome ride. നമ്മുടെ പൈലറ്റ് ചേട്ടൻ അതിസാഹസ്യമായിട്ട് കുറച്ച് പരിപാടി കാണിച്ചു. എനിക്ക് അങ്ങനത്തെ പരിപാടി എനിക്ക് പറ്റില്ല. കാരണം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ ഇപ്പോൾ വീഗലാൻഡ് പോയാലും ഞാൻ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാറില്ല.
Which district? Tiruvalla. You are Malayali? Okay. You're from? My children are because you and you are Okay. We are from Assam, Meghalaya. English. She told she's from Shillong. Shillong. Yes. So first time you are doing it, right? Yes, very much. Actually, the first time, no. That's why easy doing. The second time, he do some scary thing and all. Oh, yeah. Yes. I closed my eyes. I didn't At see least you anything. got like this one. You അപ്പം ഒരെണ്ണം ഒരാൾ വന്ന് ലാൻഡ് ചെയ്യാൻ പോകുന്ന നമ്മുടെ കൂടെ ഫ്ലൈ ചെയ്ത എല്ലാവരും കൂടെ അപ്പം ഫ്ലൈ ചെയ്ത് താഴെ എത്തിയിരിക്കുകയാണ്. അപ്പം ഫ്ലൈയിങ് ഗ്രൗണ്ടിൽ നിന്ന് താഴത്തെ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് താഴോട്ട് നടന്നിരിക്കും. നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്. താഴെ ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾ ട്രൈ ചെയ്യുക. ഇപ്പം കുളുവിൽ ഇവിടത്തെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നേരം ഫ്ലൈ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഇന്നലെ ഷോലാങ് വാലി അതോടൊപ്പം തന്നെ നമ്മുടെ റോത്താങ് പാസിലോട്ട് പോകുന്ന വഴിയിൽ പാരാഗ്ലൈഡിങ് ഒക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ചോദിച്ചപ്പം അവർ പറഞ്ഞത് 1500 രൂപ. അത് ജസ്റ്റ് 2 മിനിറ്റ്സ്, അത് കുറച്ച് ഏരിയ ജസ്റ്റ് കവർ ചെയ്ത് വരും. അത് പക്ഷേ അത് അത്രയ്ക്ക് നമുക്ക് ഫീൽ കിട്ടത്തില്ല. ഫീലല്ല, അത്രയ്ക്ക് രസം ഉണ്ടാവില്ല. 1500 കൊടുക്കുന്നത് വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഫുൾ വാലിയൊക്കെ ഒത്തിരി ഹൈറ്റ് ചെയ്യുന്ന ഫുൾ വാലിയൊക്കെ കവർ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് മേൽ 20 to 30 മിനിറ്റ്സ് കവർ ചെയ്ത് വന്നെങ്കിൽ കുളുവിലുള്ള പാരാഗ്ലൈഡിങ് ചെയ്യുക. 3000 രൂപയാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം 2500 രൂപയ്ക്കൊക്കെ തരുന്നതാണ്. അപ്പം നിങ്ങളെന്തായാലും ഈ ചാൻസ് മിസ്സാക്കരുത്. വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യുക. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. മണിക്കാലം വന്നിട്ട് ശിവാലിക്ക് നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ നമ്മൾ റൂമിലോട്ട് പോവാണ്.